നോട്ട് 3 നോക്കാം. അപ്പോൾ ലാസ്റ്റ് നോട്ടിൽ എന്താണ് നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡിൽ വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ സെക്കൻഡ് കൈൻഡിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ അൺബൗണ്ടഡ് ഫങ്ഷൻസ് വരുന്ന ടൈപ്പുകൾ. അത് ലോവർ ലിമിറ്റിൽ വരാം, അപ്പർ ലിമിറ്റിൽ വരാം, ലോവർ ലിമിറ്റിലും അപ്പർ ലിമിറ്റിലും വരാം. അതിൻ്റെ 3 പ്രോബ്ലംസാണ് കണ്ടത്. ഇനി ഇൻറ്റീരിയർ പോയിൻറ്റിൽ എന്താണ് നമ്മുടെ ഫങ്ഷൻ അൺബൗണ്ടഡ് ആവുന്ന ഒരു പ്രോബ്ലമാണ് ഇൻവെസ്റ്റിഗേറ്റ് ദ കൺവേർജൻസ് ഓഫ് ഇൻ്റഗ്രൽ 0 to 3 1/x - 1 2 by 3 dx. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 1/x - 1 2 by 3 ആണ്. അത് 1 എന്നുള്ള പോയിൻറ്റിലാണ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുക അല്ലേ. 1 എന്നുള്ള പോയിൻറ്റ് 0ൻ്റെയും 3ൻ്റെയും ഇടയിലാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുന്ന പോയിൻറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്. അപ്പോൾ ആ ഇൻറ്റീരിയർ പോയിൻറ്റ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 0 to 3 1/x - 1 2 by 3 dx ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to 1 1/x - 1 2 by 3 dx പ്ലസ് ഇൻ്റഗ്രൽ 1 to 3 1/x - 1 2 by 3 dx എന്ന് എഴുതാം. അപ്പോൾ ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ്, കാരണം 1ൽ വെച്ചിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1ലാണല്ലോ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ നമ്മുടെ ഈ ഇൻ്റഗ്രലിൽ ഫംഗ്ഷൻ എവിടെയാണ്? അപ്പർ ലിമിറ്റിലാണ് അല്ലേ. ഇവിടെ ആകുമ്പോൾ ലോവർ ലിമിറ്റിൽ. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാം? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 - എപ്സിലോൺ 1/x - 1 2 by 3 dx പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0. നമ്മളവിടെ എപ്സിലോൺ കൊടുത്തുകൊണ്ട് നമ്മളിവിടെ ഡെൽറ്റ കൊടുക്കുന്നു. ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 1 പ്ലസ് ഡെൽറ്റ 1/x - 1 2 by 3 dx. അപ്പോൾ അതിനെങ്ങനെ ചെയ്താൽ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1/x - 1 2 by 3നെ നമുക്ക് എങ്ങനെ എഴുതാം? x - 1 -2 by 3 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ x⁻n നമ്മളെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? x⁻n+1 ഡിവൈഡ് ബൈ n+1 അല്ലേ. അപ്പോൾ 1/x അതായത് x - 1 -2 by 3നെ നമുക്ക് എങ്ങനെ ചെയ്യാം? x - 1 -2 by 3 + 1 ഡിവൈഡഡ് ബൈ -2 by 3 + 1 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു, ലോവർ ലിമിറ്റ് കൊടുത്തു. ഇനി ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് ഇതിന് ചെയ്യുമ്പോൾ x - 1 -2 by 3 + 1 -2 by 3 + 1 പ്ലസ് ഡെൽറ്റ ടു 3. ഓക്കെ, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. 1 - എപ്സിലോൺ കൊടുക്കുമ്പോൾ എന്ത് വരും? ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ x - 1 -2 by 3 + 1 എന്താ? -2 by 3 + 1 എന്ന് പറഞ്ഞാൽ 1 - 2 by 3 അല്ലേ. എന്താ? 1/3. അതുപോലെ അടിയിലും 1/3 എന്ന് വരും. അത് മേലെ വരുമ്പോൾ 3. അപ്പോൾ 3 × x - 1 1/3 എന്ന് വരും. ഓക്കെ, 0 to 1 - എപ്സിലോൺ. പിന്നെയോ ഇവിടെ അതുപോലെ 3 × x - 1 1/3 എന്ന് വരും. 1 പ്ലസ് ഡെൽറ്റ ടു 3 വരെ അല്ലേ. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 3 × എക്സിലോട് എപ്സിലോൺ കൊടുക്കുക. 1 - എപ്സിലോൺ കൊടുക്കുക. 1 - എപ്സിലോൺ -1 വരും. അപ്പോൾ -എപ്സിലോൺ അല്ലേ. ⁻³ മൈനസ് 3 × 0 - 1 1/3. ഓക്കെ, പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് ടു 0 പ്ലസ് 3 × 3 - 1 അല്ലേ. അപ്പർ ലിമിറ്റ് 3 അല്ലേ. 3 കൊടുക്കുമ്പോൾ 3 - 1 1/3 മൈനസ് 3 × 1 പ്ലസ് ഡെൽറ്റ -1 1/3. അപ്പോൾ എന്ത് വരും? 3 × 2 1/3 മൈനസ് 3 × ഡെൽറ്റ 1/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ എന്തൊരു? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0. ഈ ടേമിലും എപ്സിലോൺ ഉണ്ട്, അതുപോലെ ഇവിടെ ഡെൽറ്റൻ്റെ എടുക്കുമ്പോൾ ഈ ടേമിലും ഉണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും 0 ആയി പോവും. പിന്നെ ബാക്കി ഉണ്ടാവുക ഈ ടേമും അതുപോലെ ഈ ടേമുമാണ് ബാക്കി ഉണ്ടാവുക. ഇതുമാണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ എപ്സിലോണിന് 0 കൊടുത്താൽ എന്ത് വരും? -3 - 1 1/3 അല്ലേ. അപ്പോൾ മൈനസും ഈ മൈനസും പ്ലസ് ആവും. 3 × 1 1/3. 1/3 എന്താ? 1 ആണ്. അപ്പോൾ 3 എന്ന് വരും. അവിടെ 3 എന്ന് വാല്യൂ കിട്ടും. പിന്നെ ഇവിടെ 3 × 2 1/3. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 3 ×
2⁻³ എന്ന് പറഞ്ഞാൽ ആരാ? ക്യൂബ് റൂട്ട് ഓഫ് 2 അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് വരും? 3 × ⁻² എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടിയത്. ദെർഫോർ ദിസ് ഇൻ്റഗ്രൽ ഈസ് കൺവേർജസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Find the area of the region that lies between the curves y = sec x and y = tan x from x = 0 to x = π/2. ഓക്കെ, അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് കർവ്സ് y = sec x ഉം y = tan x ഉം. ആ രണ്ട് കർവിൻ്റെ ഇടയിലുള്ള ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം എവിടെ മുതൽ എവിടെ വരെ? x = 0 to π/2 വരെ. ഓക്കെ, അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ്സ്, നമുക്ക് എന്താണ് കർവ്സിൻ്റെ ഇടയിലുള്ള ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? അപ്പോൾ ഇത് എന്താണ്? y = f(x) എന്നുള്ള കർവും ഇത് y = g(x) എന്നുള്ള കർവും a to b ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ എന്ത് വരും? റിക്വയർഡ് ഏരിയ = ഇൻ്റഗ്രൽ a to b f(x) മേലുള്ള ഫംഗ്ഷൻ മൈനസ് താഴെയുള്ള ഫംഗ്ഷൻ അല്ലേ, f(x) മൈനസ് g(x) dx എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ sec x ആണോ tan x ആണോ മേലുള്ള ഫംഗ്ഷൻ നോക്കണം. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് നമ്മൾ സ്കെച്ച് ചെയ്യണം. അപ്പോൾ അത് നോക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതെവിടെ എക്സ് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ π/2 വരെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 0-ൽ സീക്കിൻ്റെ വാല്യൂ എന്താണെന്നും അതുപോലെ 0-ൽ ടാനിൻ്റെ വാല്യൂ എന്താണെന്നും കാണണം. അതുപോലെ π/2-ൽ ടാനിൻ്റെ വാല്യൂ എന്താണെന്നും π/2-ൽ സീക്കിൻ്റെ വാല്യൂ എന്താണെന്നും കാണണം. ഓക്കെ, അപ്പോൾ സീക്ക് 0 എന്ന് പറഞ്ഞാൽ ആരാ? 1/cos 0 എന്നല്ലേ? 1/cos 0 അല്ലേ? അപ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ 1/1, അതായത് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സീക്ക് 0 1 ആണെന്ന് കിട്ടും. അപ്പോൾ സീക്ക് 0 1 ആണെന്ന് കിട്ടും. അതിവിടെ മാർക്ക് ചെയ്തു, 1 ആണെന്ന് കിട്ടി. ഇനി tan 0 എന്താന്ന് നോക്കണം. അപ്പോൾ tan 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെയാണ് അല്ലേ? അപ്പോൾ tan 0 അതിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തു. ഇനി π/2-ൽ നോക്കണം. അപ്പോൾ സീക്ക് π/2 എന്ന് പറഞ്ഞാൽ ആരാ? 1/cos π/2 അല്ലേ? അപ്പോൾ 1/cos π/2. cos π/2 ആരാ? cos π/2 എന്ന് പറഞ്ഞാൽ 0 അപ്പോൾ 1/0 എന്ന് വരും. 1/0 എന്താ? ഇൻഫിനിറ്റി അല്ലേ? ഓക്കെ, അപ്പോൾ സീക്ക് π/2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. അതുപോലെ അപ്പോൾ π/2-ലോട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്തോറും സീക്കിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതാണ് ഈ കർവ് ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ ഇടയിലുള്ളൊരു പോയിൻ്റ് കൂടെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് π/4 നോക്കുകയാണ്. അപ്പോൾ സീക്ക് π/4 എത്ര വരിക? സീക്ക് π/4 എന്ന് പറഞ്ഞാൽ കോസ് π/4 അല്ലേ? 1/cos π/4 അല്ലേ? അപ്പോൾ 1/cos π/4. അപ്പോൾ cos π/4 പറഞ്ഞാൽ 1/√2 അല്ലേ? അപ്പോൾ 1/1/√2 എന്ന് വരും. അപ്പോൾ അതാരാ? √2 എന്ന് വരും. ഓക്കെ, √2 എന്ന് പറഞ്ഞാൽ 1.41 സംതിങ് അല്ലേ? അപ്പോൾ ആ വാല്യൂ എവിടെ വരും? ഇതാ 1-നേക്കാളും കുറച്ചുകൂടെ 1.4 സംതിങ് ഇവിടെ വരും വാല്യൂ അല്ലേ? ഓക്കെ, പിന്നെയോ? അപ്പോൾ ഈ കർവ് ഈ രൂപത്തിലാണ് വരിക. സീക്കിൻ്റെ കർവ് ഈ രൂപത്തിലാണ് വരിക. π/2-ലെത്തുമ്പോൾ എന്താണ്? അപ്പോൾ π/2-ലെത്തുമ്പോൾ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ കർവ് വരിക ഇതുപോലെയാണ് സീക്കിൻ്റെ കർവ് വരിക. അപ്പോൾ ടാനിൻ്റെതോ നമ്മൾ പറഞ്ഞു tan 0 0 പിന്നെയോ tan π/4 എത്ര വരിക? tan π/4 1 ആണ്. അപ്പോൾ ഇതാ ഈ ഒരു കർവ് കുറച്ച് ഇങ്ങോട്ട് പൊക്കിയിട്ട് വരക്കണം കേട്ടോ. അത് ഞാൻ വരച്ചപ്പോൾ ഒന്ന് ഇങ്ങോട്ട് മാറി. ഓക്കെ, പിന്നെയോ π/2-ൽ വരുമ്പോൾ ഇൻഫിനിറ്റി വരും അല്ലേ?
നമ്മുടെ കർവ് ഇതുപോലെ വരും. അതായത് മേലുള്ള ഫംഗ്ഷൻ ആരാന്ന് കിട്ടും, സീക്കാന്നും താഴെയുള്ളത് ടാനാന്നും കിട്ടും. ഓക്കെ, ദർഫോർ റിക്വയർഡ് ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടെ മുതൽ എവിടെ വരെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 മുതൽ π/2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ്, അപ്പോൾ നമുക്ക് എന്താണ് അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് ഈ ഒരു ഇൻ്റഗ്രേഷൻ കാണണം. അപ്പോൾ ഇതിൽ ഫംഗ്ഷൻ എവിടെയാണ് അൺബൗണ്ടഡ് നോക്കണം. എവിടെയാണ് അൺബൗണ്ടഡ്, π/2 അല്ലേ, അതായത് അപ്പർ ലിമിറ്റിലാണ് അൺബൗണ്ടഡ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ എഴുതി മാറ്റി ചെയ്തു, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഡെഫിനിഷൻ 1 വെച്ചിട്ട് ഇൻ്റഗ്രൽ 0 to π/2 മൈനസ് എപ്സിലോൺ സീക്ക് എക്സ് മൈനസ് ടാൻ എക്സ് ഡി എക്സ്. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to π/2 മൈനസ് എപ്സിലോൺ സീക്ക് എക്സ് മൈനസ് ടാൻ എക്സിന് എങ്ങനെ എഴുതി, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. ഇനി ഇൻ്റഗ്രൽ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ln സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ്. ഈ റിസൾട്ട് അറിയണം, ln ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, lnൻ്റെ ഉള്ളിലാണ് ഈ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കേട്ടോ. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു എന്താണ് ഇൻ്റഗ്രൽ അടിയിൽ വരുന്ന ഒരു ഫംഗ്ഷന് അതിൻ്റെ ഡെറിവേറ്റീവാണ് മേലെ വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ln മോഡ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു രണ്ട് റിസൾട്ടുമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇവിടെ സീക്ക് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ln സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് അതിവിടെ എഴുതി, പ്ലസ് മൈനസ് നമ്മുടെ എന്താണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ, ഇൻ്റഗ്രൽ എന്താണ് ഇൻ്റഗ്രൽ മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ, ഇവിടെ അങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ താഴെയുള്ള ഫംഗ്ഷനാണ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം, പ്ലസ് ln ഓഫ് കോസ് എക്സ് എഴുതി കൂടെ എഴുതാം. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ln ഓഫ് സീക്ക് എക്സിനെ 1/cos x എന്ന് എഴുതാം, ടാൻ എക്സിന് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതി. പിന്നെയോ ഓക്കെ, അതിനു മുമ്പ് ഇത് ln a പ്ലസ് ln a പ്ലസ് ln b എന്ന് പറഞ്ഞാൽ ആരാ, ln a b അല്ലേ. ഓക്കെ, ln a പ്ലസ് ln b എന്ന് പറഞ്ഞാൽ ln a b ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ln ഓഫ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. ഇവിടെ സീക്ക് എക്സിനെ 1/cos x എന്നും അതുപോലെ ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നും എഴുതി. ഓക്കെ, ഇവിടെ ഇതെന്താണ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, 0 to π/2 മൈനസ് എപ്സിലോൺ. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇവിടെ നോക്ക് അടിയിൽ ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട് അല്ലേ, കോമൺ ഒരു കോസ് എക്സ് ഉണ്ട്, അത് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്ത് വരും, ln ഓഫ് 1 പ്ലസ് സൈൻ എക്സ് എന്ന് മാത്രം ബാക്കി വരും അല്ലേ, 0 to π/2 മൈനസ് എപ്സിലോൺ. അപ്പോൾ എന്തൊരു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് അപ്പർ ലിമിറ്റിൽ ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്തൊരു ln ഓഫ് 1 പ്ലസ് സൈൻ π/2 മൈനസ് എപ്സിലോൺ മൈനസ് സൈൻ ln ഓഫ് 1 പ്ലസ് സൈൻ 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും, സൈൻ π/2 മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആരാ, എപ്സിലോണിൻ്റെ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ സൈൻ π/2 0 അല്ലേ, സൈൻ π/2 1. ഓക്കെ, സോറി 1. ഇവിടെ എന്ത് വരും, ln 1 സൈൻ 0 0, സൈൻ ഇവിടെ എപ്സിലോണിൻ്റെ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ സൈൻ π/2 എന്ന് വരും, സൈൻ π/2 1 ആണ്. സോ ln ഓഫ് 1 പ്ലസ് 1 അതായത് ln 2 എന്ന് വരും. ഇവിടെ ln ഓഫ് 1 പ്ലസ് സൈൻ 0 0 തന്നെയാണ്, സോ ln ഓഫ് 1 എന്ന് വരും. സോ ln 1 ആരാ വരിക, 0. അപ്പോൾ എന്ത് വരും, ln 2 മൈനസ് 0 എന്ന് വരും, ln 2 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇൻ്റഗ്രൽ a to b dx ഡിവൈഡഡ് ബൈ x മൈനസ് a റേസ് ടു p കൺവേർജസ് ഇഫ് p ലെസ് ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ 1/x മൈനസ് a റേസ് ടു p എന്ന് പറഞ്ഞാൽ ഏതിലാണ് ആ ഫംഗ്ഷൻ അൺബൗണ്ടഡ്, x ഈക്വൽ ടു എയിലല്ലേ. ഓക്കെ, x ഈക്വൽ ടു എയിലാണ് ഫംഗ്ഷൻ അൺബൗണ്ടഡാ. അപ്പോൾ x ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്താൽ, ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ a പ്ലസ് എപ്സിലോൺ ടു b dx ഡിവൈഡഡ് ബൈ x മൈനസ് a റേസ് ടു p. അപ്പോൾ ഈ 1/x മൈനസ് a റേസ് ടു p-നെ നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരിക, x മൈനസ് a റേസ് ടു മൈനസ് p എഴുതി കൂടെ ഇതിനെ. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x മൈനസ് a റേസ് ടു മൈനസ് p പ്ലസ് 1 ബൈ മൈനസ് p പ്ലസ് 1 എഴുതാം. സോ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് x മൈനസ് a റേസ് ടു മൈനസ് p പ്ലസ് 1 ബൈ മൈനസ് p പ്ലസ് 1. അപ്പോൾ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക.
ഓക്കെ. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1 ബൈ ഈ മൈനസ് പി പ്ലസ് 1 എങ്ങനെ എഴുതാം? 1 മൈനസ് പി എന്ന് എഴുതി കൂടെ? ഓക്കെ. അപ്പോൾ അതിനെ പുറത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ബി കൊടുക്കും. ബി മൈനസ് എ റേസ് ടു 1 മൈനസ് പി മൈനസ് എ പ്ലസ് എപ്സിലോൺ എന്ന് കൊടുക്കുമ്പോൾ എ പ്ലസ് എപ്സിലോൺ മൈനസ് എ എന്ന് വരും. അപ്പോൾ എന്താ മൈനസ് എപ്സിലോൺ എന്ന് വരും അല്ലേ? എപ്സിലോൺ എന്ന് വരും. ഓക്കെ. റേസ് ടു മൈനസ് പി 1 മൈനസ് പി എന്ന് വരും അല്ലേ? ഓക്കെ. 1 മൈനസ് പി. ഇനി ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഈ എപ്സിലോൺ റേസ് ടു 1 മൈനസ് പിൻ്റെ വാല്യൂ എത്രയെന്ന് കാണും. കാരണം അത് ഡിപ്പെൻഡ് ചെയ്യും നമ്മളെ ഈ ഇതിലെ വാല്യൂവിനെ. ഓക്കെ. അപ്പോൾ പി ലെസ് ദാൻ 1 ആണെങ്കിൽ, പി ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എപ്സിലോൺ റേസ് ടു 1 മൈനസ് മൈനസ് സംതിങ് എന്ന് വരും അല്ലേ? അപ്പോൾ എപ്സിലോൺ റേസ് ടു ഒരു പോസിറ്റീവ് ഒരു പോസിറ്റീവ് നമ്പറാണ് വരിക. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ നമുക്ക് ആ വാല്യൂ എന്താ വരിക? 0 എന്ന് വരും അല്ലേ? 0 റേസ് ടു സം. ഓക്കെ. അപ്പോൾ പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? 1 ബൈ എപ്സിലോൺ എന്ന് വരില്ലേ? അപ്പോൾ 1 ബൈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. ഓക്കെ. അപ്പോൾ പി ലെസ് ദാൻ 1 ആകുമ്പോൾ 0 എന്നും പി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇൻഫിനിറ്റി എന്ന് വരും. അപ്പോൾ നമ്മുടെ ഈ വാല്യൂ, അതായത് ഇതിൻ്റെ ഈ വാല്യൂ എന്ത് വരും? ഈക്വൽ ടു 1 ബൈ 1 മൈനസ് പി റേസ് ഇൻറ്റു ബി മൈനസ് എ റേസ് ടു 1 മൈനസ് പി ആവും. എപ്പോൾ? പി ലെസ് ദാൻ 1 ആവുമ്പോൾ. അങ്ങനെ ഇത് 0 ആവൂലേ? ഓക്കെ. പിന്നെ ഇൻഫിനിറ്റി എന്ന് വരും പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ. സോ നമുക്ക് എന്ത് പറയാം? കൺവേർജൻ്റ് ആണ് ഈ ഇൻ്റഗ്രൽ പി ലെസ് ദാൻ 1-ൽ. അതുപോലെ ഡൈവേർജൻ്റ് ആണ് പി ഗ്രേറ്റർ ദാൻ 1-ലായി. നമ്മളോട് പി ലെസ് ദാൻ 1-ൽ കൺവേർജൻ്റ് ആണെന്നും പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ൽ ഡൈവേർജൻ്റ് ആണെന്നും ഷോ ചെയ്യണ്ടേ? അപ്പോൾ ഈക്വൽ ടു 1 എന്നുള്ള കേസിൽ എന്താ സംഭവിക്കുക നോക്കണം. ഓക്കെ. അപ്പോൾ എന്ത് വരും? integral a to b dx divided by x minus a raised to p equal to integral a to b dx by x minus a എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് x equal to a വരുന്നത്. അതെവിടെ? ലോവർ ലിമിറ്റ് അല്ലേ? ലോവർ ലിമിറ്റിലാവുമ്പോൾ നമുക്ക് ഡെഫിനേഷൻ വെച്ചിട്ട് എന്താ? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ഇൻ്റഗ്രൽ a പ്ലസ് എപ്സിലോൺ ടു b dx by x minus a എന്ന് വരും അല്ലേ? 1 by x minus a ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ln x minus a എന്ന് വരും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ln b മൈനസ് എ മൈനസ് ln എപ്സിലോൺ എന്ന് വരും. അപ്പോൾ എപ്സിലോണിനെ 0-ലോട്ട് അപ്രോച്ച് ചെയ്താലോ? ഇവിടെ ln 0 എന്ന് വരും അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് വരും? ln b മൈനസ് എ മൈനസ് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് ln എപ്സിലോൺ എന്ന് വരും. പക്ഷേ ഈ RHSലെ ലിമിറ്റ് എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? കാരണം ln 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇതെന്താണ്? ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ ഈ ഇൻ്റഗ്രൽ എന്താണ്? പി ഈക്വൽ ടു 1-ൽ ഡൈവേർജസ് ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ലെസ് ദാൻ 1-ൽ കൺവേർജൻ്റ് ആണെന്നും പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ൽ ഡൈവേർജൻ്റ് ആണെന്നും കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത റിസൾട്ട് പറയുന്നത്. ഈ ഒരു ഇത് എന്താണ്? ഇതുപോലെ നമ്മളിപ്പോൾ ലോവർ ലിമിറ്റിൽ പറഞ്ഞു അല്ലേ? അതുപോലെ ഇൻ്റഗ്രൽ a to b dx ഡിവൈഡഡ് ബൈ b മൈനസ് എക്സ് റേസ് ടു p ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? പി ലെസ് ദാൻ 1-ൽ അത് കൺവേർജൻ്റ് ആണെന്നും പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ൽ അത് ഡൈവേർജൻ്റ് ആണെന്നും പറയാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ 1 to 5 dx ബൈ 5 മൈനസ് എക്സ് റേസ് ടു 3 എന്താണ്? ഡൈവേർജസ് ആണ്. കാരണം 3 എന്താണ്? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 അല്ലേ? ഓക്കെ. അതുപോലെ ഇൻ്റഗ്രൽ 1 to 5 dx ബൈ 5 മൈനസ് എക്സ് റേസ് ടു 1/2 എന്താണ്? കൺവേർജൻ്റ് ആണ്. കാരണം 1/2 എന്താണ്? ലെസ് ദാൻ 1 ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് y ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു 1/2 ഫോർ എക്സ് ഇൻ -1 ഇൻ്റർപ്രറ്റ് യുവർ റിസൾട്ട് ജോമെട്രിക്കലി. ഓക്കെ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഇതിൻ്റെ കർവിൻ്റെ ലെങ്ത്ത് കാണാൻ. അപ്പോൾ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? L ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b റൂട്ട് ഓഫ് 1 പ്ലസ് dy ബൈ dx ഹോൾ സ്ക്വയർ dx എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് y എന്നുള്ള കർവ് തന്നിട്ടുണ്ട്. dy ബൈ dx നമ്മൾ കണ്ടു. എന്ത് വരാം? 1/√x ആണെങ്കിൽ എങ്ങനെ dy ബൈ dx വരിക? 1/2√x അല്ലേ? ഓക്കെ. അപ്പോൾ 1/2 റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇൻറ്റു ഇതിനെ ചെയ്യണം, ഉള്ളിലുള്ളതിന് ചെയ്യണം. 1 മൈനസ് എക്സ് സ്ക്വയറിന് ചെയ്യണം. അപ്പോൾ -2x എന്ന് വരും. അപ്പോൾ -x ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും dy ബൈ dx. ഇനി 1 പ്ലസ് dy ബൈ dx ഹോൾ സ്ക്വയർ എന്ത് വരും? 1 പ്ലസ് -x ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? അപ്പോൾ
നമുക്ക് 1 + x² ഡിവൈഡഡ് ബൈ 1 - x² എന്ന് വരും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 - x² + x² ഡിവൈഡഡ് ബൈ 1 - x² എന്ന് വരും. മേലുള്ള x² കട്ട് ചെയ്താൽ നമുക്ക് 1/1 - x² എന്ന് വരും. ഓക്കെ, അപ്പോൾ L = ഇൻ്റഗ്രൽ -1 to 1. നമ്മൾ എവിടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ഇവിടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇൻ്റഗ്രൽ -1 to 1 √1 + dy/dx (2 dx) ആണ് ഇക്വേഷൻ. അപ്പോൾ ഇൻ്റഗ്രൽ -1 to 1 1/√1 പ്ലസ് എന്താണ് ഇത് ഈ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട വാല്യൂ അത് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? ഇതാ 1/1 - x² എന്നല്ലേ. അപ്പോൾ √1/1 - x². എങ്ങനെ ഇതാ 1/√1 - x² എന്ന് എഴുതി കൂടെ ഇതാ. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഫംഗ്ഷൻ എന്താണ്, എവിടെയൊക്കെയാണ് അൺബൗണ്ടഡ് നോക്കാം. അപ്പോൾ രണ്ട് എൻഡ് പോയിന്റിലും -1ലും 1ലും എന്താണ് ഇവിടെ ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണ്. രണ്ട് ലിമിറ്റിലും അൺബൗണ്ടഡ് ആണ് അല്ലേ. സോ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ 0 വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊരു ഇൻ്റഗ്രൽ -1 to 0 1/√1 - x² dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 1/√1 - x² dx. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ലിമിറ്റ് എപ്സിലോൺ to 0 പ്ലസ് ഇൻ്റഗ്രൽ -1 + എപ്സിലോൺ to 0 dx ഡിവൈഡഡ് ബൈ √1 - x² പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടെൻസ് to 0 പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 - ഡെൽറ്റ dx ബൈ 1 - x². ഓക്കെ, അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് to 0 പ്ലസ് ഈ ഇൻ്റഗ്രൽ 1/√1 - x² ആരാ? സൈൻ ഇൻവേഴ്സ് x അല്ലേ. സോ സൈൻ ഇൻവേഴ്സ് x മൈനസ് ഇതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. -1 പ്ലസ് എപ്സിലോണും 0യും, അതുപോലെ ഇവിടെ 0യും 1 - ഡെൽറ്റയും. ഓക്കെ, അപ്പോൾ എന്തൊരു ലിമിറ്റ് എപ്സിലോൺ ടെൻസ് to 0 പ്ലസ് സൈൻ ഇൻവേഴ്സ് അപ്പർ ലിമിറ്റ് കൊടുക്കുക. സൈൻ ഇൻവേഴ്സ് 0 മൈനസ് സൈൻ ഇൻവേഴ്സ് -1 പ്ലസ് എപ്സിലോൺ. ഇവിടെ എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ ടെൻസ് to 0 സൈൻ ഇൻവേഴ്സ് 1 - ഡെൽറ്റ മൈനസ് സൈൻ ഇൻവേഴ്സ് 0 എന്ന് വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 ആരാ? 0 ആണ്. ഇവിടെ എന്ത് വരും? സൈൻ ഇൻവേഴ്സ് -1 പ്ലസ് ഈ എപ്സിലോൺ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ഇത് വരും -1 + 0 എന്ന് വരും അല്ലേ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. ഇവിടെയോ? ഇവിടെ സൈൻ ഇൻവേഴ്സ് 0 ആണ്. അപ്പോൾ ഇവിടെ 1 - ഡെൽറ്റ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് വരും. ഓക്കെ, സൈൻ ഇൻവേഴ്സ് -1 ആരാ? ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഓൾറെഡി, ആ മൈനസാണ് ഇത്. പിന്നെ സൈൻ ഇൻവേഴ്സ് -1 ആരാ? -π/2 ആണ്. പ്ലസ് സൈൻ ഇൻവേഴ്സ് 1 ആരാ? π/2. അപ്പോൾ -π/2 ആരാ? π/2 എന്നാവും. ഇവിടെ π/2 ഉണ്ട്. π/2 + π/2 π എന്ന് വരും. ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് പറയാം? അതിൻ്റെ ലെങ്ത്ത്, ആ ഒരു കർവിൻ്റെ ലെങ്ത്ത് പൈയാന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ 0 to ∞ e⁻x/√x dx കൺവേർജൻ്റ് ആണെന്ന് ഷോ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ഇവിടെ നോക്കുക, നമ്മൾ തേർഡ് കൈൻഡിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് എന്താണ്? ഇൻഫിനിറ്റി വരുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ ഈ ഫംഗ്ഷൻ അൺബൗണ്ടഡും വരുന്നുണ്ട്. എവിടെ? x = 0 ലോവർ ലിമിറ്റിൽ. ഓക്കെ, അപ്പോൾ എന്താണ്? ദ ഇൻ്റർവെൽ ഓഫ് ഇൻ്റഗ്രേഷൻ അൺബൗണ്ടഡ് ആണ്. ഇൻ്റഗ്രൻ്റ് ബിക്കം ഇൻഫൈനൈറ്റ് അറ്റ് x = 0. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എവിടെ വെച്ചിട്ട്? നമ്മുടെ ഇൻ്റഗ്രൽ 0 to 1 e⁻x/√x dx വെച്ചിട്ടും പിന്നെ ഇൻ്റഗ്രൽ 1 to ∞ e⁻x/√x dx വെച്ചിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി 0, 1ൽ നോക്കാം. ഓരോ 0, 1ൽ നോക്കണം. അതുപോലെ 1 to ∞ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളവിടെ വെച്ചിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 0, 1ൽ e⁻x < 1 ആണല്ലോ. അതിൻ്റെ √x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ e⁻x/√x < 1/√x എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ആളും കൺവേർജൻ്റ് ആണെന്ന് പറയാം അല്ലേ. അതല്ലേ നമുക്ക് വേണ്ട ആൾ, ഫസ്റ്റത്തെ നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ 1ൽ നമുക്ക് ഇതാണ് വേണ്ടത്. ഇതിൻ്റെ കൺവേർജൻസ് ആണ് ആദ്യം നോക്കുന്നത് ഓൺ 0, 1ൽ. അപ്പോൾ ഇയാൾ കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഇൻ്റഗ്രൽ കൺവേർജൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇയാളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 1/√x dx എങ്ങനെ എഴുതാം? ഇവിടെ ഏതിലാണ്? 0ൽ ലോവർ ലിമിറ്റിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എപ്സിലോൺ ടെൻസ് to 0 പ്ലസ് ഇൻ്റഗ്രൽ എപ്സിലോൺ to 1 1/√x dx എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് to 0 പ്ലസ്
ഈ 1/√x ആരാ 2√x അല്ല ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്സിലോൺ ടു 1 ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 2 × √1 അപ്പോൾ ലിമിറ്റ് ലോജിച്ച് കൊടുക്കുക. അപ്പോൾ 2 × √1 മൈനസ് 2√ε എന്ന് വരും. ഓക്കെ, അപ്പോൾ എപ്സിലോണിനെ 0 അപ്രോച്ച് ചെയ്താൽ 2 മൈനസ് 2 × 0 എന്ന് വരും അല്ലേ. 2 ഫൈനൈറ്റ് ആണ്. സോ ഈ ഇൻ്റഗ്രൽ കൺവേർജസ് ആണെന്ന് കിട്ടും. ഇയാൾ കൺവേർജസ് ആകുമ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഇയാളും കൺവേർജൻ്റാന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇയാൾ കൺവേർജൻ്റാന്ന് കിട്ടി, അതായത് ഇയാൾ കൺവേർജൻ്റാന്ന് കിട്ടി. ഇനി ഇയാളുടെ കൺവേർജൻസ് കൂടെ പറയാൻ പറ്റിയാൽ നമുക്ക് ഇയാളെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ 1 to infinity e raised to minus x. ഓക്കെ 1 to ഇൻഫിനിറ്റിയിൽ 1/√x അല്ലേ 1-നേക്കാളും ചെറുത്. അപ്പോൾ നമുക്കൊരു e raised to x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ e raised to x/√x ലെസ് ദാൻ ഈക്വൽ ടു 1 e raised to x എന്ന് വരൂലേ. ഓക്കെ, e raised to minus x കൊണ്ടാണ് കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇവിടെ. e raised to minus x ആണ്, ഇവിടെ x എന്ന് ഇട്ടിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് e raised to -x എന്നുണ്ട് കേട്ടോ. e raised to -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റിയാൽ നമുക്ക് ഇയാളെക്കുറിച്ച് പറയാം. അപ്പോൾ ഇൻ്റഗ്രൽ 1 to infinity e raised to -x dx-നെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതെന്താണ് ഫസ്റ്റ് കൈൻഡിലുള്ളതല്ലേ. അപ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ 1 to b e raised to -x dx എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി e raised to -x-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to -x/-1 വരും, 1 to b അല്ലേ. അപ്പോൾ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി e raised to -b e raised to -1 എന്നല്ലേ വരിക. അപ്പോൾ e raised to -e raised to -b പ്ലസ് e raised to -1 എന്ന് വരും അല്ലേ. അപ്പോൾ e raised to -1-ന് ഫസ്റ്റ് എഴുതി പോസിറ്റീവ് നമ്പർ, പോസിറ്റീവ് അല്ലേ. അപ്പോൾ e raised to -1 മൈനസ് e raised to -b എന്ന് എഴുതി. ഓക്കെ, ഇനി ബീനെ ഇൻഫിനിറ്റിയിലോട്ട് വിട്ടാൽ എന്ത് സംഭവിക്കും, ഈ വാല്യൂ 0 എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ e raised to -1 എന്ന് വരും. അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ഈ ഇൻ്റഗ്രൽ കൺവേർജസ് ആണ്. സോ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് എന്ത് പറയാം, ഇയാളെ ഇൻ്റഗ്രൽ 1 to infinity e raised to -x/√x എന്താണ് കൺവേർജസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷൻ 1-ലുണ്ടായതിന് 2 ഇൻ്റഗ്രലും കൺവേർജസ് ആണെന്ന് കിട്ടി. സോ നമ്മളെ ഇൻ്റഗ്രൽ 0 to infinity e raised to -x/√x dx കൺവേർജൻ്റ് ആണെന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ 1-ലുള്ള ഇയാളും കൺവേർജൻ്റ് ആണെന്ന് കിട്ടിപ്പോൾ അല്ലേ. അപ്പോൾ ഇയാളെന്താണ് കൺവേർജൻ്റ് ആണെന്ന് കിട്ടി. സോ നമുക്ക് വേണ്ട റിസൾട്ടായി നമ്മൾ എന്താണ് ഇയാൾ കൺവേർജൻ്റ് ആണെന്ന് ഷോ ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഷോ ചെയ്തു. ഓക്കെ.